ഹൈ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു നിഹാൽ പെർസ്പെക്റ്റീവ്. യെസ്, അപ്പോൾ 10ാം ക്ലാസ്സിലെ പുതിയ മാത്സ് ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ? ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കും പുതിയ വർഷത്തെ ടെക്സ്റ്റ് ബുക്കും തമ്മിൽ വലിയ മാറ്റങ്ങളുണ്ടോ, അല്ലെങ്കിൽ ടഫ്നെസ് കൂടുതലാണോ? പലർക്കും അറിയേണ്ടത് മാത്സ് കുറച്ചധികം ഉണ്ടോ, +1 കുറേ സാധനങ്ങൾ 10ലേക്ക് എത്തിയിട്ടുണ്ടോ, നമുക്ക് ജസ്റ്റ് നോക്കാം. പക്ഷേ ഒരു ആശ്വാസവാക്ക് എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വലിയ മാറ്റങ്ങൾ 10th ചാപ്റ്റർ വൈസ് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലില്ല. കഴിഞ്ഞ വർഷം എന്തായിരുന്നോ നിങ്ങളുടെ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്, അതൊക്കെ തന്നെയാണ് ഏറെക്കുറെ. നമുക്ക് ജസ്റ്റ് ക്ലിയർ കട്ട് ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. പഴയ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ ഉണ്ടായിരുന്നത്, പുതിയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു. രണ്ട് സൈഡിൽ രണ്ട് ടെക്സ്റ്റ് ബുക്കിന്റെ ഇൻഡെക്സ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾ നോക്കൂ, സമാന്തര ശ്രേണികളായിരുന്നു. അത് തന്നെയാണ് എവിടെയും വരുന്നത്, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന സമാന്തര ശ്രേണികൾ. രണ്ടാമത് വൃത്തങ്ങളാണ്. ഇവിടെ വൃത്തങ്ങളും കോണുകളുമാണ് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത്. മൂന്നാമത് സമാന്തര ശ്രേണിയും ബീജഗണിതമാണ്. ഇതെന്താണത്, പിന്നെ സാധ്യതകളുടെ ഗണിതമാണ്. അത് 4ാമത്തെ ചാപ്റ്റർ എവിടെ വരുന്നത്, പുതിയ ചാപ്റ്ററിൽ വരുന്നുണ്ട്, സാധ്യതകളുടെ ഗണിതം. അതുപോലെ തന്നെ രണ്ടാം കൃതി സമവാക്യങ്ങൾ, അടുത്ത രണ്ടാം കൃതി സമവാക്യങ്ങൾ ഉണ്ട്. പിന്നെ ത്രികോണമിതി ഉണ്ട്. സൂചക സംഖ്യകൾ. അതായത് ഒരു ചാപ്റ്റർ, സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ മാത്രമാണ് ഒരു അഡീഷണൽ ചാപ്റ്റർ ആയിട്ട് നിങ്ങളുടെ പിന്നെ പുതിയ 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള കാര്യം. റെഡി? ഇനി ഇതെങ്ങനെ ബാക്കിയുള്ള ടെക്സ്റ്റ് ബുക്കിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ബാക്കി എസ്പെഷ്യലി സോഷ്യലൊക്കെയാണ് കംപ്ലീറ്റ്ലി ഒരു പുതിയ ചാപ്റ്റർ ആയിട്ട് നിങ്ങളുടെ, അല്ലെങ്കിൽ ഫുൾ കംപ്ലീറ്റ് പുതിയ കാര്യമായി നിങ്ങൾക്ക് പഠിക്കുന്നത്. പക്ഷെ മാത്സ് കമ്പാരിറ്റീവ് നിങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സമാന്തര ശ്രേണിയും ബീജഗണിതം എന്നൊരു ചാപ്റ്റർ ആഡ് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് വലിയൊരു ടഫ്നെസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആശ്വാസം, മാത്സിൽ ഒരു ആശ്വാസം ഉണ്ട് എന്നാണ് പ്രൈമറി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ബാക്കി ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ ഉടനെ വരും. നിങ്ങൾ ആദ്യമായി നമ്മുടെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റ്സ് നിഹാൽ പെർസ്പെക്റ്റീവ് എന്ന ഈ ഒരു ചാനലിന് വന്നുകൊണ്ടിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആ ഒരു ആശ്വാസ വാക്ക് എന്ന രീതിയിൽ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇടുക. കമ്പാരിറ്റീവ്ലി ഞാൻ പറഞ്ഞു കേട്ടോ, അതായത് ഒന്നും പഠിക്കാനില്ല എന്നുള്ളതല്ല, കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഒരു ചാപ്റ്റർ ആഡ് ചെയ്യുന്നു മാത്രം. പക്ഷേ ഉള്ള ചാപ്റ്ററിന്റെ കണ്ടന്റുകൾ എന്തെല്ലാം രീതിയിലാണ് ഉള്ളത്, നമ്മളത് ചാപ്റ്റർ ക്ലാസ് തുടങ്ങിയാൽ അല്ലെങ്കിൽ കൃത്യമായി കിട്ടിയാൽ മാത്രം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. പക്ഷേ നിങ്ങൾ തുടക്കം മുതൽ പഠിച്ചു തുടങ്ങിയാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, മാത്സിൽ A+ ഉറപ്പിക്കാൻ കഴിയും. നിങ്ങൾ അങ്ങനെ തന്നെ പോസിറ്റീവ് വിചാരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ താങ്ക് യു സോ മച്ച്. ബൈ.